Hello, welcome each and everybody to our sweet little kitchen. ഇന്ന് ഒരു ചൈനീസ് വിഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പൊ ചൈനീസ് ഇപ്പൊ എല്ലാവർക്കും തന്നെ ചൈനീസ് ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോ ഹോട്ടൽസിൽ ഒരു ഡിന്നർ കഴിക്കാൻ പോയാലും ഒരു ഫ്രൈഡ് റൈസ് ഇല്ലാത്ത സംഭവം കാണത്തില്ല. എന്ന് പറഞ്ഞ് ഇന്നത്തെ ഐറ്റം ഫ്രൈഡ് റൈസ് അല്ല, ഒരു ചൈനീസ് ചില്ലി ചിക്കൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചൈനീസ് വിഭവങ്ങൾ പൊതുവെ കേരളത്തിൽ എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ തന്നെ വളരെ ഇഷ്ടമുള്ള ഐറ്റംസ് ധാരാളം ഉണ്ട്. അപ്പം ഇന്ന് വളരെ വേഗത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം ഈ സാധാരണ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ഈ ചൈനീസ് ചില്ലി ചിക്കൻ, അതായത് ഫ്രൈഡ് റൈസിന്റെ കൂടെ ഇതൊരു നല്ല കോമ്പിനേഷനാണ് ഈ ചൈനീസ് ചില്ലി ചിക്കൻ. അപ്പൊ ചൈനീസ് ചില്ലി ചിക്കന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ പീസസ്, ബോൺലെസ് പീസസ് ആണിത്, ചില്ലി സോസ്, സോയാ സോസ്, ക്യാപ്സിക്കം ഉണ്ട്, സവാള ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ 3 കൂട്ടം അരച്ചെടുത്തതാണിത്, ഉപ്പ്, വിനാഗിരി, പഞ്ചസാര. ഈ ചിക്കൻ പീസസ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, വിനാഗിരിയും ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ചൈനീസ് വിഭവം തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഒരു ചിക്കൻ, അതായത് ഒരു കോഴിക്ക് ഞാനിവിടെ എടുത്തേക്കുന്ന 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ യോജിപ്പിച്ചതാണ്, മാഷ് ചെയ്തതാണ്. അത് ഈ കൂട്ടിലേക്ക് ഇടണം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പൊ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച കൂട്ടും, കുരുമുളക് പൊടി, വിനാഗിരി 2 ടേബിൾ സ്പൂണും എല്ലാം കൂടെ ചേർത്ത് ഈ ഉപ്പും പാകത്തിന് ചേർത്ത് ഈ ഇറച്ചി നന്നായിട്ട് ഇതിലായിട്ട് നന്നായിട്ട് പെരട്ടി വെക്കണം. ഇനി ഈ അരപ്പിരുന്ന് എന്താ അറിയാവോ, നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. ഒരു അരമണിക്കൂർ ഈ ബോൺലെസ് ചിക്കൻ പീസസ് ഇരിക്കട്ടെ. ഈ അരപ്പൊക്കെ ഈ വിനാഗിരി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്ന സോസ് നമുക്ക് തയ്യാറാക്കാം. അപ്പം ആദ്യമായിട്ട് വെജിറ്റബിൾ ഓയിലാണ്. ചൈനീസ് വിഭവങ്ങൾ എന്താണെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് അതൊരു ആ ടേസ്റ്റ്, ആ ഫ്ലേവർ തന്നെ ഒരു സുഖമില്ലാത്ത ഫ്ലേവർ ആയിപ്പോകും. ചൈനീസിലെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കോക്കനട്ട് ഓയിലൊന്നും അല്ല ഉപയോഗിക്കുന്നത്, അവരെല്ലാം വെജിറ്റബിൾ ഓയിൽ, ഒലീവ് ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒലീവ് ഓയിലൊന്നും എന്താ പറയുക, ഒലീവ് ഓയിലിന്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ ആൾക്കാർക്ക് പിടിക്കത്തില്ല. അപ്പൊ ഇവിടെ ഞാനിപ്പോഴും സാധാരണ നോർമൽ വെജിറ്റബിൾ ഓയിൽ. അപ്പം ഇത് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് അപ്പൊ ഞാൻ ഇതില് ഈ സവാളയും ക്യാപ്സിക്കവും അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് ആദ്യം. അപ്പം എണ്ണ ചൂടായി, വെജിറ്റബിൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഈ സവാളയും ക്യാപ്സിക്കവും കൂടി നമ്മൾ നന്നായിട്ട് വഴറ്റണം. അപ്പം വെജിറ്റബിൾ ഓയിൽ ചൂടായി, നമ്മൾ സവാള ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു. നമുക്കറിയാം ഇറച്ചിയിൽ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം ഒരു ശകലം ഉപ്പിന്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പൊ ഇത് ഉപ്പിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സവാള എന്താണെങ്കിലും പെട്ടെന്ന് അത് വഴണ്ട് നമുക്ക് എളുപ്പം വഴറ്റിയെടുക്കാൻ പറ്റും. ഒരു നുള്ള് ഉപ്പ്. പറഞ്ഞ നമ്മളാണ് ഈ ചൈനീസ് വിഭവമൊക്കെ എന്ന് പറയുമ്പോൾ ഈ സവാള ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും അവരൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യിപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ ഇച്ചിരി വെന്ത് വരണം. പക്ഷെ ഗുണം എന്ന് പറയുന്നത് ഒത്തിരി വേവിക്കരുത് എന്താണെങ്കിലും. ചൈനീസ് ഡിഷിന്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, അധികം വെജിറ്റബിൾസ് ഒന്നും അവര് കുക്ക് ചെയ്യാറില്ല. വേറെ നമ്മൾ ടൊമാറ്റോ സോസ് എല്ലാം ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തക്കാളി ഒന്നും മുറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേറൊരു ഫ്ലേവർ ആയിരിക്കും. ഒരു സോസ് തന്നെ ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ ഞാനിവിടെ ഈ ക്യാപ്സിക്കവും സവാളയും കൂടി ഇട്ട് വഴറ്റി ഏകദേശം ഒന്ന് സവാള വാടി വരുമ്പോഴത്തേനും ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്,
4 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 സ്പൂൺ സോയ സോസ് മാത്രം. കാരണം സോയ സോസ് ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞേ, അതിന് ഉപ്പും പുളിയും മധുരം എല്ലാം കൂടെ കൂടിയ ഒരു ഫ്ലേവറാണ്. അതുകൊണ്ട് അത് അധികമായി പോയാൽ ഈ കറി മൊത്തത്തിൽ നാശപരിയാവും. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന പഞ്ചസാര. പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ ഈ സോയ സോസും നമ്മൾ ഉപ്പും ഈ എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം അതിന്റെ എല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു മധുരവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടണം. പെരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇനി ഈ സോസിൽ കടന്ന് വേണം നന്നായിട്ട് വെന്ത് വരാൻ. അപ്പം എന്താ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് വെക്കണം. 1 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഈ ഇറച്ചിയിലെ വെള്ളവും കൂടെ ഇതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. അപ്പൊ ഈ ഒരു കണക്കാക്കിയിട്ടാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കന്റെ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കുരുമുളകും വിനാഗിരി എല്ലാം കൂടെ കൂട്ടി പാകത്തിന് ഉപ്പും എല്ലാം കൂടെ കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ഈ സോസിലേക്ക് നമുക്ക് നന്നായിട്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇനി ഈ സോസിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴേക്കും നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കൻ ഏത് പരുവത്തിലാവുമെന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇനി ഇത് നമുക്ക് തീ കുറച്ച് മൂടി വെക്കണം. നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. തീ ഒന്ന് പതുക്കെ കുറച്ച് വെക്കണം. ഇനി ഈ സോസ് ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരണമെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ നമ്മളതൊന്ന് കുറുക്കണം. ഇവിടെ നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏകദേശം തന്നെ ക്യാപ്സിക്കം ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ക്യാപ്സിക്കം ആണ് അതിന്റെ ഫ്ലേവർ. അപ്പം ക്യാപ്സിക്കം ഇട്ട് തന്നെ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു കുറച്ച് ക്യാപ്സിക്കം ഉണ്ട് അതിന്റെ പുറത്ത്. ഇതുപോലെ അധികം നമ്മൾ ഇത് വഴറ്റേണ്ട കാര്യമില്ല. ഇച്ചിരി ആ പച്ചയോടെ തന്നെ ഇനി ഈ സോസിൽ കിടന്ന് അതങ്ങനെ കുതിർന്ന് നല്ല പരുവത്തിന് വന്നോളൂ. ഒരു 3-4 നീളത്തിലറിഞ്ഞ ക്യാപ്സിക്കം, ഒരു 4 പീസ് ക്യാപ്സിക്കം അങ്ങനെ സോസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് പുറത്തുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ആ പച്ചയോടെ തന്നെ അതിന്റെ ഫ്ലേവർ ഇറങ്ങി കുറച്ചും കൂടെ രുചി കൂടും നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കൻ. ഇനി ഈ ചൈനീസ് ചില്ലി ചിക്കൻ നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നല്ല ചൂടായ നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അപ്പം ഈ ചൈനീസ് ചില്ലി ചിക്കൻ കഴിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ തന്നെ തോന്നും.